Oliver, good morning. Happy birthday, Oliver. Happy birthday, Oliver. Oliver, happy birthday. Happy birthday, Oliver. Happy birthday, Oliver. Happy birthday. Happy birthday. Happy birthday, Oliver. Birthday, Oliver. Happy birthday, Oliver. Happy birthday. Happy birthday. ഡിയേഴ്സ് ഇത് ബർത്ത്ഡേയുടെ മോർണിംഗ് ആട്ടോ കാണിക്കുന്നത്. അപ്പം നൈറ്റിന് കിടന്നപ്പോൾ തന്നെ ഓൽവനോട് പ്രത്യേകിച്ച് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ എണീക്കുമ്പോൾ കരയരുത്, ബർത്ത്ഡേ ആണ്. നല്ല മോനായിട്ട് തന്നെ എണീക്കും. ഭാഗ്യത്തിന് കരയാതെ തന്നെ എണീറ്റു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ അങ്ങ് കരഞ്ഞു. അപ്പോൾ ഇത് വന്നിട്ട് ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നത് ഓലിവറിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ഫ്രമിച്ചായ അവൻ്റെ ഡാഡി ഗിഫ്റ്റ് ചെയ്ത സംഭവമാണ്. റിമോട്ട് കാറാണ്. ആൻഡ്രോയിഡ് ഇപ്പം കറക്റ്റ് ആവില്ല. ഇപ്പോൾ ഈ കാറ് കാണിച്ചിട്ട് ആ കരച്ചിലൊന്നും മാറ്റാമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കുവാണ് കേട്ടോ. ബാറ്ററിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊന്നും സമ്മതിക്കുന്നേ ഇല്ല. തന്നെ ഇച്ചാനെയും വിളിച്ചിങ്ങനെ കാണിച്ചു. അവൻ അപ്പം തന്നെ പുതിയൊരു വണ്ടി കിട്ടുമ്പോൾ ഒരു കുട്ടികൾക്കുള്ള ഒരു ഫസ്റ്റ് ഇതില്ലേ, സന്തോഷം. ഇത് കണ്ടപ്പോൾ കുറച്ച് കരച്ചിലൊക്കെ നിന്ന് കളിക്കാനായിട്ട് എടുക്കുവാണ്. അവൻ റിമോട്ടാണെന്നൊന്നും അറിയത്തില്ല. ഗിഫ്റ്റ് വന്നിട്ട് 2-3 ദിവസം മുമ്പേ ഡെലിവറി ആയതാണ്. അപ്പോൾ ഇച്ചാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് കൊടുത്താൽ മതി. അതാട്ടോ ഇന്ന് തന്നെ കൊടുത്തത്. ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഞങ്ങളുടെ അങ്കിളൊക്കെ സ്പെഷ്യൽ ഗസ്റ്റാണ്. എല്ലാവരും ഞങ്ങളൊരു ഹായ് പറഞ്ഞേ. ഒരുക്കി ഇരുത്തുകയാണ്. എന്റെ ബർത്ത്ഡേക്ക് അമ്മച്ചി നല്ല ഒരുങ്ങിയിരിക്കണോന്ന് അവനൊരു ആഗ്രഹം. ഇങ്ങോട്ട് നോക്ക്. ചിരിക്ക്. ആ ഹായ് പറ. ഹായ്. ആ അല്ലേ സ്തോത്രം. ഇവിടെ ടാങ്കിന്റെ തയ്യാറെടുപ്പുകളാണ്. ആ ക്ലാപ്പ് അടിക്കുന്നത്. ബർത്ത്ഡേ പോയി വരുവാണ്. ചിരിക്ക്. ഓ ഇവിടെ ആരുമില്ല. ഒരു 11 മണിയായപ്പോൾ നമ്മൾ ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 6-7 മണിക്കാണ് നമ്മൾ ബർത്ത്ഡേ കേക്ക് കട്ടി പ്രയറൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നേരത്തെ തുടങ്ങാതെ വിചാരിച്ചു. ഒന്നാമത്തെ കാരണം ആരും ഇല്ല, ചാനോ അങ്ങനെ ആരോ കസിൻസ് ഒന്നും ഇല്ല. വാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാവ് രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. സാധനങ്ങളെല്ലാം നമ്മൾ മുമ്പേ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ടും 2 ഷോപ്പിലൊക്കെ പോയിട്ട്. അതിൻ്റെയൊക്കെ ഒരു വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഞാൻ ഇടാം. ബർത്ത്ഡേ ഷോപ്പിംഗ് ആയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സെൻറ്ററിൽ കൂടെ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ബാനർ കെട്ടണം. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒലിവർ വന്നിട്ട് നല്ല വാശി പിടിക്കുന്ന ഭാഗത്ത് കയറാതെ ഇരിക്കാനായിട്ട് ക്രോസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ താഴെ ഒലിവറെ വക്കുണ്ടാക്കരുത്, നീ വക്കുണ്ടാക്കരുത്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ എന്തായാലും നൈറ്റ് ടൈം ആയാലും ചൂട് നല്ലതായിട്ടുണ്ട്. ഫാൻ ഇടാതെ പറ്റത്തേയില്ല. അപ്പോൾ ഫാൻ ഇടുമ്പോൾ ഇത് പോകുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കി നമ്മൾ ചെക്ക് ചെയ്തിട്ട് അടിയിൽ സ്റ്റിക്കൊക്കെ വെച്ച് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, വൈ അങ്ങോട്ട് നീക്കി. അവിടെ ഒട്ടി കിടക്കുക. വൈ കുറച്ച് മണ്ടയിലോട്ട്. പി കുറച്ച്. എയും പി ഒട്ടി കിടക്കുന്ന. പി കുറച്ച് പൊക്കി. ഓക്കെ മതി.
ഇവിടെ വെക്കണം മാവേ. വെൽക്കം. ഫൈനലി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു 10-20 പേര് അടങ്ങുന്ന ഒരു ചെറിയൊരു ഫംഗ്ഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ചെയറൊക്കെ നമ്മളെല്ലാം ആക്കി വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് പുറത്ത് പോയിട്ട് വന്നു, കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടി വന്നു, അതൊന്നും ഷൂട്ട് ചെയ്തില്ല. ഇങ്ങനെയൊക്കെ ഓൾമോസ്റ്റ് ഫൈനലാക്കി വെച്ചു. പിന്നെ ഞങ്ങൾ ലൈറ്റ് ഇട്ടത് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ലൈറ്റൊക്കെ വെച്ചിട്ടപ്പോൾ വേറൊരു വൈബായിട്ട് എന്നെ തോന്നി. അല്ലായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ സിമ്പിൾ ഡെക്കറേഷൻ. വൈൽഡ് ആനിമൽ തീമായിരുന്നു നമ്മുടെ സെക്കൻഡ് ബർത്ത്ഡേക്ക് ഒലിവറിന് എടുത്തത്. ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ബർത്ത്ഡേ എല്ലാം നല്ലതായിട്ട് നടന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ അല്ലാണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതോ അടുത്തിങ്ങോട്ട് വെച്ച് തേച്ച് ഇതോ വെച്ചു. അതല്ല ഐസ്ക്രീം എന്തിനുമാണ് അതോ കൈ കാണിച്ച് വെള്ളം 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 വേണം. അത് എടുത്തോ. കുറച്ച് വേണോ ഇനി? ഉടുപ്പിലെല്ലാം വരെ തേച്ചു. ബർത്ത്ഡേ അല്ലേ, അവൻ്റെ ഉടുപ്പാവുന്ന തന്നെ നടക്കട്ടെ. ഇഷ്ടമുള്ള ചെയ്തോ കളിക്കാവൻ്റെ കൂടെ. നേരത്തെ കെട്ടിപ്പിടിച്ചൊരുമ കൊടുത്തു. ഒലിവറിൻ്റെ ബർത്ത്ഡേ തീരാൻ ഇനി ഒരു 15 മിനിറ്റും കൂടെ ഉണ്ട്. എണീക്ക് എണീക്ക് എണീക്ക്. അപ്പൊക്കെ പോവാ. ടാറ്റ കൊടുക്കും. എനിക്ക് കവറിലിട്ടിട്ടുണ്ട്. ഉപ്പ് കൊടുക്കുന്ന കണ്ടില്ല. എനിക്ക് ടാറ്റയൊന്നുമില്ല. അതുവരെ ടാറ്റു മതി. ടാറ്റു. എത്ര വയസ്സായാലും ഇവിടെ ഒലിവൻ എത്ര വയസ്സായി? പറ. ഒലിവൻ എത്ര വയസ്സായി? ഇങ്ങനെ കാണിച്ചോട്ടെ. ഒലിവൻ എത്ര വയസ്സായി? ഒലിവറിന് എത്ര വയസ്സായി? ഒലിവറെ ഒലിവറെ ഒലിവറിന് എത്ര വയസ്സായി? ഇങ്ങനെ അവൻ 2 എന്നല്ല അവൻ പറയുന്നത്. അവൻ പറയുന്ന 3 തീന്ന അവൻ പറയുന്നത്. എടാ ഒലിവറെ എത്ര വയസ്സായി? 5ഓ? ഒലിവറിന് എത്ര വയസ്സായി? ഒലിവറിന് എത്ര വയസ്സായി? 3 അല്ലട മുത്തുമ്മ, അത് അടുത്ത വർഷം, നെക്സ്റ്റ് ഇയർ. അത് നെക്സ്റ്റ് ഇയറിലാണ് നമ്മൾ 3 പറയുന്നത്. ഇപ്പൊ എത്ര വയസ്സാ? 2. എത്ര വയസ്സാ? ഇത് എത്ര വയസ്സാ? എത്ര വയസ്സാടി? എത്ര വയസ്സാ? പപ്പയാ? 2. ആ തീയേ ഉള്ളൂ. തീ അടുത്ത വർഷം പറയാമേ.